നമ്മൾ കയറി മോട്ടിച്ചതിന് ശേഷം വേറെ ആരും അവിടെ കയറി ആ ബാഗ് മുഴുവൻ കുത്തി തുറന്ന് മോട്ടിച്ചത്. സ്വർണവും കാശുമില്ല, കുറെ കോഴികളുണ്ടത്രേ. ഇപ്പൊ ചായക്കടയിൽ ടിവിയിൽ ഞാൻ കണ്ടു നമ്മളുടെ പണം ബാഗിന്റെ അകത്ത് നമ്മൾ പോലീസ് നമ്മളെ തിരയുന്നുണ്ട്. നീ ഫൈൻ കണ്ടോ? ഇത് ചതിയ അപ്പോൾ എന്തുണ്ടായിരുന്നു? വിഷു ദൈവമേ, ഇതൊക്കെ ചെയ്യുന്നതല്ല ഈശ്വര. നമ്മൾ ഇനിയിവിടെ ഭയം വെച്ചിട്ട് ഒരു കാര്യമില്ല. പോലീസ് വരുന്നതിന് മുമ്പ് വേഗം പോണം. പൈസ എടുത്തു. ഞങ്ങൾ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? എന്താ ഞങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കുന്നേ? കഥയുടെ പോക്ക് എങ്ങോട്ടാന്ന് മനസ്സിലാകുന്നില്ല അല്ലേ? കൺഫ്യൂഷൻ വേണ്ട. ഞാൻ ബാബുജു, ഇൻവെസ്റ്റേഴ്സ് ബാങ്കിന്റെ ചെയർമാൻ. ചാക്കോയെ നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് ഞാന്. പിന്നെയും കൺഫ്യൂഷൻ അല്ലേ? അതെന്തിനാണെന്ന് പറയാം. എന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം അടിച്ചെടുത്ത മിടുക്കന്മാരല്ലേ നിങ്ങൾ? സെമിത്തേരിയിൽ നിങ്ങൾ കാശെടുക്കാൻ വന്നപ്പോ എന്റെ ആളുകൾ നിങ്ങളെ ഫോളോ ചെയ്തിരുന്നു. ആ 10 ലക്ഷം കൊണ്ട് ഞാൻ നേടിയത് 2 മണ്ടന്മാരെ. ഇൻവെസ്റ്റേഴ്സ് ബാങ്കിൽ നിന്നും കൊള്ളയടിക്കപ്പെട്ട 10 കോടി വില മതിക്കുന്ന കളവ് മുതൽ ഇപ്പൊ എന്റെ കയ്യിൽ സേഫായിട്ടുണ്ട്. അത് ഞാനാ മോഷിച്ചിട്ടുണ്ട്. ബിസിനസ്സിന് ഒരുപാട് പൈസയ്ക്ക് ആവശ്യം. എന്നും പ്രശ്നങ്ങളാന്നേ. ഞാൻ ആലോചിച്ചപ്പോ നാട്ടുകാരുടെ പൈസ എന്റെ കയ്യിൽ ഇരിക്കുമ്പോ പിന്നെ ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എന്റെ ബുദ്ധിയിൽ ഞാൻ കണ്ടെത്തിയ വഴിയാണ്. കാശ് ഞാൻ എടുക്കുന്നു, പോലീസിനും നാട്ടുകാർക്ക് കാട്ടിക്കൊടുക്കാൻ നിങ്ങളും. അതിന് ഞാൻ ആദ്യം എന്റെ ബാങ്ക് ഒരു വൻ തുകയ്ക്ക് ഇൻഷുർ ചെയ്തു. തുടർന്ന് നിങ്ങളെ കൊണ്ടൊരു മോഷണ നാടകം. ഇപ്പോൾ ബാങ്കിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട സ്വർണവും പണവും ആ വാല്യൂവിനുള്ള ഇൻഷുറൻസ് തുകയും എനിക്ക് സ്വന്തം. ഇറ്റ്സ് സിമ്പിൾ. And I'm saying, ആരെയും മേലോട്ട് വേദനിപ്പിക്കുന്ന എനിക്ക് ഇഷ്ടമില്ലാന്ന് പറഞ്ഞൂടെ? സോറി കേട്ടോ, സോറി. ചാക്കോ, ഇവർക്ക് എത്രയാ കൊടുത്തത്? 56 അടി, ഭൂമിന് 4 കൊടുത്ത്, 2 എടോ മുമ്പ് അഡ്വാൻസ് പണമായി ഇവർക്ക് എത്ര കൊടുത്തു? 2 ലക്ഷം. അപ്പോ ബാക്കി 3 ലക്ഷം. ഓക്കെ. കണക്കുകൾ ഒരിക്കലും എനിക്ക് പിഴയ്ക്കാറില്ല. അതെനിക്ക് നിർബന്ധം. പിന്നെ ടിവിയിലൊക്കെ നിങ്ങളുടെ പടം വന്നുകൊണ്ട് ഇനി ഇവിടെ വിട്ട് പോകുന്നതാണെന്നല്ല, അല്ലെങ്കിൽ അതെനിക്ക് പ്രശ്നമാണ്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങളെ വളരെ സേഫായ സ്ഥലത്ത് ഞാൻ എത്തിക്കും. എന്നെ സഹായിച്ച ആളുകളല്ലേ നിങ്ങൾ. നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ടാലേ എനിക്ക് മനസ്സമാനത്തോടെ ഉറങ്ങാൻ പറ്റും. ഇനി ഈ കേസിൽ സാക്ഷികളില്ല, തെളിവുകൾ വേണ്ട, പ്രതികളും വേണ്ട. അതിങ്ങനെ
പിന്നെ തീരത്ത് കുറച്ചു ദിവസത്തേക്ക് നമ്മുടെ ആളുകളുടെ ശ്രദ്ധ എപ്പോഴും ഉണ്ടാവണം. ഓക്കെ സർ. ലെവാങ്കുവാസിനെയൊന്നും പോലീസ് ഓടിക്കുന്നുണ്ട്. പോലീസോ എന്നെയോ? ഞാനിവിടെ പാർക്ക് ചെയ്തിരുന്ന എന്റെ വണ്ടി എടുക്കാൻ വന്ന, പിന്നെ ശരീരത്തിന്റെ കൊഴുപ്പ് ഉറക്കാൻ ഓടുന്ന നല്ലതാണെന്ന് എന്നെ ഓടിയതാ. പോലീസ് പുറകെ ഉണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചേ. ശ്രദ്ധിച്ചുവല്ലോ. കൊള്ളാം.